അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒരു മഹത്വവും ഗുണവും ഞാൻ കണ്ടിട്ടുണ്ട്. 2004 ഉമ്മൻചാണ്ടിയുടെ ആദ്യത്തെ ഗവൺമെൻറ്റിൽ ഞാൻ ജലവിഭവ വകുപ്പ് മന്ത്രിയായിരുന്നു. ആ സമയത്താണ് മുല്ലപ്പെരിയാർ സംബന്ധിച്ചുള്ള ഏറ്റവും വിവാദങ്ങളും ഏറ്റവും വലിയ ആശങ്കകളും ജനങ്ങളുടെ മധ്യത്തിലുണ്ടായത്. ഞങ്ങളതിൽ ചെയ്യാവുന്ന കുറേ കാര്യങ്ങൾ ചെയ്തു. പക്ഷേ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവെന്നുള്ള നിലയിൽ ശ്രീ VS എഴുന്നേറ്റ് നിന്ന് മുല്ലപ്പെരിയാറിൻ്റെ കാര്യങ്ങൾ പറയുകയും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയും ചെയ്തു. ഞാൻ അദ്ദേഹത്തോടുള്ള എല്ലാ ബഹുമാനവും വെച്ച് പറഞ്ഞു, അങ്ങക്ക് സൗകര്യമുള്ള ഒരു കൺവീനിയൻറ്റ് ഡേറ്റ് പറഞ്ഞു, ഞാനും വരാം, നമുക്കൊരുമിച്ച് അവിടെ പോകാം. അവിടെ പോയി അങ്ങ് എന്ത് നിർദ്ദേശം പറയുന്നോ ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയുന്നതൊക്കെ നടപ്പാക്കുകയും ചെയ്യും. അദ്ദേഹം ആ വാക്ക് കേട്ടു, നാളെ പോകാം എന്നായി VS. ഞാനപ്പോൾ തലേദിവസം രാത്രി ഞങ്ങൾ ഒരുമിച്ച് ശ്രീ ജോസഫ് പുതുശ്ശേരി ഉണ്ടായിരുന്നു, ശ്രീ PT തോമസ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഒരുമിച്ച് എല്ലാവരും കൂടി മുല്ലപ്പെരിയാറിലെത്തി. അദ്ദേഹവും മുല്ലപ്പെരിയാറിൽ വന്നു, അതെല്ലാം കാണിച്ചു. അതിലെനിക്ക് മറക്കാൻ കഴിയാത്തൊരനുഭവം, ഞങ്ങൾ ആ ഡാമിൻ്റെ മുകളിലെത്തുമ്പോഴാണ് വലിയൊരു പെരുമഴ. ആകെപ്പാടെ ഒരു കൊടയേ ഉള്ളൂ. ഞാൻ ആ കൊട അദ്ദേഹത്തിന് കൊടുത്തു, ഞാൻ നനയാം എന്ന് തീരുമാനിച്ചു. പക്ഷേ അദ്ദേഹം എന്നെ കൂടി ചേർത്ത് ആ കൊടയിൽ നിർത്തി ഞങ്ങൾ അവിടെ നടന്ന് കണ്ടു. അങ്ങനെ നടന്ന് എല്ലാം പരിശോധിച്ചതിന് ശേഷം അവസാനം മാധ്യമ പ്രവർത്തകരെ ഞങ്ങൾ ഒരുമിച്ച് കാണുന്നതിന് പോയി. അവർ ചോദിച്ചു, മുല്ലപ്പെരിയാറിൻ്റെ കാര്യത്തിനകത്ത് അങ്ങ് വെച്ച നിർദ്ദേശങ്ങളൊക്കെ ഗവൺമെൻറ് അംഗീകരിച്ചോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനെല്ലാം നോക്കി പരിശോധിച്ചു, ഗവൺമെൻറ്റിനാവുന്നതൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ നിലപാടിനോട് ഞാൻ യോജിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പം നിയമസഭയിൽ കത്തിക്കാളി നിന്ന ഒരു മഹാമനുഷ്യൻ, ഞങ്ങൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളെല്ലാം കേട്ട് അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം അംഗീകരിച്ചുകൊണ്ട് ആ സ്പോട്ട് കാണുന്നതിന് വേണ്ടി പോയപ്പോൾ എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഞാൻ പറയുന്നത്. ശരിയായ കാര്യത്തെ ശരി എന്ന് പറയാനായിട്ട് അദ്ദേഹത്തിന് ഒരു മടിയുമില്ല. അദ്ദേഹത്തിന് ബോധ്യപ്പെടണം. യഥാർത്ഥത്തിൽ ഒറ്റ കാര്യമുള്ളൂ, അദ്ദേഹത്തിന് അത് ബോധ്യപ്പെടണം. അതിൻ്റെ മറുവശവും കൂടിയുണ്ട്, ബോധ്യപ്പെടാത്ത ഒരു കാര്യത്തോടും അദ്ദേഹം സന്ധി ചെയ്യില്ല എന്നുള്ളതാണ് ശ്രീ VS അച്യുതാനന്ദൻ്റെ ജീവിതത്തിൽ നിന്ന് നമ്മൾ വായിച്ചത്.